കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടന കേസിൽ പങ്കാളിത്തം നിഷേധിക്കുമ്പോഴും പാർട്ടി പ്രവർത്തകരും അനുഭാവികളും പ്രതിസ്ഥാനത്ത് വന്നത് സിപിഎമ്മിനെ നേരത്തെ പ്രതിരോധത്തിലാക്കിയിരുന്നു. സ്ഫോടനത്തിന്റെ അലയൊലികൾ പൂർണ്ണമായും അവസാനിച്ചിട്ടുമില്ല. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ആകെയും വടകരയിൽ പ്രത്യേകിച്ചും ഇതെങ്ങനെ ബാധിച്ചിരിക്കാമെന്ന ആശങ്ക സിപിഎമ്മിനുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ ചോദ്യങ്ങൾ. RMP നേതാവിന്റെ വീടിനു നേരെയുള്ള ആക്രമണം സിപിഎമ്മിനും ഡിവൈഎഫ്ഐക്കും ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. CPM നിഷേധിക്കുന്നുണ്ടെങ്കിലും ഡിവൈഎഫ്ഐ നിഷേധിക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തി RMP രംഗത്ത് വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതിനിടയിലാണ് കണ്ണൂരിൽ വീണ്ടും ബോംബ് സ്ഫോടനം. പൊട്ടിയത് 2 ഐസ്ക്രീം ബോംബുകൾ. അന്വേഷണം ആരംഭിച്ച് പോലീസ് എന്ന റിപ്പോർട്ട്. രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന പ്രദേശത്തുണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ ആരൊക്കെ വരും ദിവസങ്ങളിൽ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതിനിടയിലാണ് ഹരിഹരന്റെ വീട് ആക്രമിച്ചത് CPM ഡിവൈഎഫ്ഐ പ്രവർത്തകരെന്ന പോലീസ് FIR. ഏതായാലും RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ CPMനെതിരെ രൂക്ഷ വിമർശനവുമായി RMPയും കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുകയാണ്. KS ഹരിഹരന്റെ വീടിന് നേരെയുണ്ടായത് കണ്ണൂർ മോഡൽ ഇടപെടലാണെന്നും ജൂൺ 4 ശേഷം വടകരയിൽ കലാപമുണ്ടാക്കാനാണ് CPMന്റെ ശ്രമമെന്നും RMP സംസ്ഥാന സെക്രട്ടറി N വേണു ആരോപിച്ചു. തെറ്റായ പരാമർശത്തിന് കേരളം കണ്ട ഏറ്റവും നല്ല നിലപാടാണ് ഹരിഹരന്റെ പരസ്യമായ ഖേദ പ്രകടനമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. വടകരയിൽ ഹൈന്ദവ വോട്ടുകൾ ലക്ഷ്യമാക്കിയുള്ള പ്രചാരണ തന്ത്രമാണ് CPM സ്വീകരിച്ചത്. ഈ രീതി വടകരയിൽ മുൻപൊന്നും ഉണ്ടായിട്ടില്ല. ഹരിഹരന്റെ പരാമർശം ന്യായീകരിക്കുന്നില്ല. അദ്ദേഹം തന്നെ മാപ്പ് പറഞ്ഞ് അത് തിരുത്തി. അവിടം കൊണ്ട് പ്രശ്നം അവസാനിക്കണമായിരുന്നു. എന്നാൽ P മോഹനൻ പറഞ്ഞത് മാപ്പ് കൊണ്ട് അവസാനിക്കില്ല എന്നാണ്. അതിന്റെ തുടർച്ചയാണ് ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. അക്രമം ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ രീതിയിൽ നിന്ന് CPM തിരിച്ചു പോകണമെന്നും N വേണു പറഞ്ഞു. കണ്ണൂർ രാഷ്ട്രീയ സംസ്കാരം കേരളമാകെ വ്യാപിപ്പിക്കരുത്. CPM നേതാക്കളുടെ അറിവോടെയാണ് അക്രമം. പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ തുടർച്ചയാണിത്. ഹരിഹരനെതിരെ നടപടി വേണോ എന്നത് പാർട്ടി ഘടകം ചർച്ച ചെയ്യും. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഹരിഹരനെ വിളിക്കുകയും മാപ്പ് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തെന്നും വേണു കൂട്ടിച്ചേർത്തു. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു ഹരിഹരന്റെ പരാമർശമെന്ന് DCC പ്രസിഡന്റും പറഞ്ഞു. തെറ്റായ പരാമർശത്തിന് കേരളം കണ്ട ഏറ്റവും നല്ല നിലപാടാണ് ഹരിഹരന്റെ പരസ്യമായ ഖേദപ്രകടനം. KK രമയെ പരസ്യമായി അപമാനിച്ച ആരെങ്കിലും ഇതുവരെ മാപ്പ് പറഞ്ഞതായി കണ്ടിട്ടുണ്ടോ? വെണ്ണപ്പാളി പരാമർശം പോലും ഇതുവരെ തിരുത്തിയിട്ടില്ല. ഖേദപ്രകടനത്തിലൂടെ പ്രശ്നം തീരില്ല എന്ന P മോഹനൻ പറഞ്ഞത് ഹരിഹരന്റെ വീട്ടിൽ ബോംബ് സ്ഫോടനം നടത്താനുള്ള ആഹ്വാനമായിരുന്നു. പോലീസ് ശക്തമായ അന്വേഷണം നടത്തണം. വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കും. പിന്നീട് CPM എന്തൊക്കെ അക്രമം നടത്തുമെന്നുള്ള ആശങ്കയിലാണ് കോൺഗ്രസ്. വടകരയിൽ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. കാഫിർ പരാമർശത്തിന്റെ ഉറവിടം ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല. ആഭ്യന്തര വകുപ്പ് പ്രതിയെ കണ്ടെത്തിയില്ലെങ്കിൽ വടകരയിൽ CPM ആഹ്വാനം ചെയ്യുന്ന കലാപമുണ്ടാകും. പ്രതിയെ പോലീസ് കണ്ടുപിടിച്ചില്ലെങ്കിൽ UDF ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും. ഹരിഹരന്റെ വീട്ടിൽ പൊട്ടിയ ബോംബ് കലാപത്തിന്റെയും ആക്രമണത്തിന്റെയും ആഹ്വാനമാണെന്നും പ്രവീൺകുമാർ പ്രതികരിച്ചു. ഇതിനിടെ RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് ബോംബെറിഞ്ഞ സംഭവത്തിൽ തേഞ്ഞിപ്പലം പോലീസ് ഹരിഹരന്റെ മൊഴിയെടുത്തു. CPM ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്തു. നേതാക്കളുടെ അറിവോടെ പാർട്ടി പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നാണ് മൊഴിയെന്നറിയുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട ചിലരുടെ പേര് ഹരിഹരന്റെ പരാതിയിലും മൊഴിയിലും ഉണ്ടെങ്കിലും പോലീസ് ഇതുവരെ ആരെയും കേസിൽ പ്രതി ചേർത്തിട്ടില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും വടകരയിൽ സംഘർഷങ്ങൾക്കും ആക്രമണങ്ങൾക്കും സാധ്യതയേറെയാണെന്നാണ് പോലീസിന്റെയും നാട്ടുകാരുടെയും വിലയിരുത്തലുകൾ. ബോംബേർ ദിവസം അസഭ്യം പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും ചിലർ സഞ്ചരിച്ച കാർ തിരിച്ചറിഞ്ഞു. KL 18-7009 രജിസ്ട്രേഷൻ നമ്പറാണ് വണ്ടിയുടേതെന്നും അതിൽ 5 പേർ ഉണ്ടായിരുന്നുവെന്നും FIRലുണ്ട്. ഞായറാഴ്ച രാത്രിയായിരുന്നു ബോംബേർ. വടകരയിലെ തെരഞ്ഞെടുപ്പ് അനുബന്ധ വിവാദത്തിൽ ഹരിഹരൻ നടത്തിയ പരാമർശം വിവാദമായിരുന്നു. CPM സ്ഥാനാർത്ഥി KK രമയെ അപഹസിക്കുന്ന തരത്തിലുള്ള അശ്ലീല വീഡിയോ പ്രചരിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ KK ശൈലജയെയും നടി മഞ്ജു വാര്യരെയും മറ്റും കുറിച്ച് പറഞ്ഞത് സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളായിരുന്നു. വിഷയത്തിൽ പിന്നീട് ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മലപ്പുറം തേഞ്ഞിപ്പാലത്തെ ഒലിപ്പുറം കടവിലുള്ള ഹരിഹരന്റെ വീടിന് ബോംബേറുണ്ടായത്. RMP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരന്റെ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത് ഡിവൈഎഫ്ഐ CPM പ്രവർത്തകരെന്ന പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ട്. ഹരിഹരനെയും കുടുംബത്തെയും അപായപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. നിരോധിത സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് ആക്രമം. രാഷ്ട്രീയ വിരോധമാണ് ആക്രമണത്തിന് പിന്നിലെന്നും FIRൽ പറയുന്നു. അതേസമയം കാറിലെത്തിയ സംഘം അസഭ്യം പറഞ്ഞ കേസിൽ പ്രതികളെത്തിയ കാർ തിരിച്ചറിഞ്ഞു. KL 18-N7009 നമ്പറിലുള്ള കാറിലാണ് സംഘം എത്തിയതെന്നാണ് FIRലുള്ളത്. കാറിലുണ്ടായിരുന്ന 5 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആക്രമണത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന ആരോപണം സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് നിഷേധിച്ചു. ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ ഡിവൈഎഫ്ഐക്ക് പങ്കില്ല. അങ്ങനെ ഒരാളുടെ വീട് ആക്രമിച്ച് ജയിലിൽ പോകേണ്ട ഗതികേട് ഡിവൈഎഫ്ഐക്കില്ല. അധിക്ഷേപം നിർത്തിയില്ലെങ്കിൽ
ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകുമെന്നും വസീഫ് മുന്നറിയിപ്പ് നൽകി. ഹരിഹരന്റെ വിവാദ പ്രസംഗത്തിൽ യഥാർത്ഥ പ്രതികൾ VD സതീശനും ഷാഫി പറമ്പിലുമാണെന്ന് വസീഫ് ആരോപിച്ചു. ഇവരുടെ പിന്തുണയിലാണ് ഹരിഹരന്മാർ വളരുന്നത്. ഹരിഹരൻ പ്രസംഗിച്ചപ്പോൾ UDF നേതൃത്വം കുലുങ്ങിച്ചിരിച്ചു. UDF നേതൃത്വം ജനങ്ങളോട് മറുപടി പറയണം.